തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ ഗ്രാമമാണ് മുരിക്കുംപുഴ. 2 വർഷം മുന്നേ ആരംഭിച്ചതാണ് പ്രദേശത്തെ ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം. എന്നാൽ ആദ്യഘട്ട പ്രവൃത്തികൾക്ക് പിന്നാലെ നിർമ്മാണം നിലച്ചുവെന്നാണ് നാട്ടുകാരുടെ പരാതി. നിർത്തിവെക്കാനുള്ള കാരണം എന്തെന്ന് അധികൃതർ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. പദ്ധതി യാഥാർത്ഥ്യമായാൽ എളുപ്പമാകുന്നത് ഒരു പ്രദേശത്തിന്റെ ഗതാഗത സംവിധാനം കൂടിയാണ്. നിർമ്മാണം തുടങ്ങി പൂർത്തിയാകാത്ത നിരവധി പദ്ധതികളുണ്ട്. അങ്ങനൊന്നാണ് എന്റെ പിറകിൽ കാണുന്ന ഈ ജലപാത. ഒരു പ്രദേശത്തിന്റെ തന്നെ സ്വപ്ന പദ്ധതിയാണ് ഇങ്ങനെ ചലനമില്ലാതിരിക്കുന്നത്. കോടികളാണ് നിർമ്മാണ ചിലവ്. കോവളം മുതൽ തുടങ്ങുന്ന 590 കിലോമീറ്റർ നീളുന്ന പടിഞ്ഞാറൻ തീരദേശ വികസനത്തിന്റെ ഭാഗമായാണ് മുരിക്കുംപുഴയിലെ ബോട്ട് ജെട്ടി നിർമ്മാണവും. പദ്ധതി വഴി മെച്ചപ്പെട്ട ഗതാഗതവും ചരക്കു നീക്കവും വിനോദസഞ്ചാര സാധ്യതകളും ലക്ഷ്യമിട്ടു. പക്ഷേ 4 ചുവരുകൾ ഉയർന്നതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. നിർമ്മാണത്തിനായി കൊണ്ടുവന്ന സാമഗ്രികളെല്ലാം അധികൃതർ തന്നെ തിരിച്ചെടുത്തു. നിലവിൽ 4 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാണ് പ്രദേശവാസികൾ മറുകരയിലെത്തുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ യാത്ര എളുപ്പമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിസര പ്രദേശങ്ങളിൽ വികസനങ്ങളുണ്ടാവും. വികസനപരമായിട്ട് ടൂറിസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അന്ന് തോണി തൊഴിഞ്ഞപ്പുറം പോകും, തിരിച്ചു വരുന്നതായിരുന്നു. ഇപ്പോൾ തോണിയില്ല, ഇപ്പോൾ കറങ്ങി വരിക. ഇപ്പോൾ ഒരു 4-5 കിലോമീറ്ററോളം കറങ്ങി മാത്രമേ ഇത് കണക്ക് എൻ്റെ അപ്പുറത്ത് വരാൻ പറ്റുള്ളൂ. അവിടെ ഇതേപോലത്തെ എല്ലാം റെഡിയായി കിടക്കുകയാണ്. അവിടെ എല്ലാം പൂർത്തിയായി കിടക്കണം. ഇവിടെ മാത്രമേ ഇപ്പോൾ ഈ ലെവലിൽ കിടക്കുള്ളൂ. പക്ഷേ അത് ഇത്രയും വലിപ്പമുള്ളതല്ല, ചെറുതാണ്. പിന്നെ അവിടെ ബീച്ച് റോഡുണ്ട്, ദൂരോട്ട് പോകുന്ന കൊല്ലം ബീച്ച് റോഡുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർക്ക് പോകാനൊക്കെ എളുപ്പമായിരിക്കും. ഇത്രയും തിരക്കില്ല അപ്പുറത്തെ റോഡിൽ പോകാൻ. അതിപ്പോൾ കുറച്ച് നാളായിട്ട് വർക്കൊന്നുമില്ലാതെ കിടക്കണം. അത്യാധുനിക സംവിധാനങ്ങളുള്ള ബോട്ട് ജെട്ടിയാണ് ലക്ഷ്യം. സിയാലിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കായൽ കാണാനെത്തുന്നവർക്കും ഈ അനാഥ കെട്ടിടം എന്തെന്ന കാര്യത്തിൽ ഒരു ധാരണയുമില്ല. മനോഹരമായ കായൽ പ്രദേശമായതിനാൽ മുരിക്കുംപുഴയുടെ ടൂറിസം സാധ്യതകൾ ഏറെയാണ്. പക്ഷേ അത് ഭരണകൂടത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നാണ് നാട്ടുകാരുടെ വിമർശനം. ജലപാത പാതി വഴിയിൽ നിലയ്ക്കാനുള്ള കാരണം നിർമ്മാണത്തിലുള്ള അപാകതയാണ് എന്നുള്ള ആരോപണവും ശക്തമാണ്. എന്തുകൊണ്ട് പ്രവൃത്തി നടക്കുന്നില്ല എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് ചേകവരോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.